പണ്ടത്തെ പോലെയല്ല, ട്രാൻസ് വ്യക്തിത്വങ്ങൾക്ക് ഇപ്പോൾ വളരെയേറെ ബഹുമാനവും അവരർഹിക്കുന്ന പ്രാധാന്യവും ഒക്കെ കൊടുക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത്. ഒരു പരിധിവരെയും പലരെയും പരിഹസിക്കാറും കളിയാക്കാറും ഒക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പല മേൽ ഉദ്യോഗസ്ഥരുമൊക്കെ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നവരിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഒരു മേഖലയിലല്ല, പല മേഖലകളിലും ട്രാൻസ് വ്യക്തിത്വങ്ങൾ അവരുടെ കയ്യിൽ ഇടയാളം പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ കാലത്തിൽ നിന്ന് മാറി ട്രാൻസ് വ്യക്തിത്വം എന്നാൽ എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞു. അവരെ കൂടുതൽ ബഹുമാനിക്കാനും അവരങ്ങനെ ഊട്ടിപ്പായിക്കേണ്ടവരല്ല എന്നൊരു വ്യക്തതയിലേക്ക് നമ്മൾ വരാനുമൊക്കെ തുടങ്ങി. അതിന് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള കുറേ ആളുകളാണ്. അതായത് നമ്മുടെ രഞ്ജു, രഞ്ജിമാർ, സീമ, വിനീത്, നാദിറ തുടങ്ങിയ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് നാദിറ മെഹ്റിൻ എന്ന പെൺകുട്ടിയുടേത്. ഒരു ട്രാൻസ് വ്യക്തിത്വമാണെങ്കിൽ കൂടി തൻ്റെ നിലപാടുകൾ ഒരിക്കലും പതറാതെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് നാദിറ. ബിഗ് ബോസിലൂടെയാണ് നാദിറയെക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയത്. ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയതോടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായി മാറിയ ആളാണ് നാദിറ മെഹ്റിൻ. ഷോയിൽ മികച്ചൊരു മത്സരാർത്ഥിയായിട്ടായിരുന്നു പുറത്തേക്ക് നാദിറ എത്തിയത്. നാദിറ മണി ബോക്സ് ആണ് അന്ന് തിരഞ്ഞെടുത്തത്. ഇതിന് പിന്നാലെ വാർത്താ അവതാരകയായും നിറഞ്ഞു നിൽക്കുകയാണ് നാദിറ. തന്റെ മാതാപിതാക്കളെക്കുറിച്ച് നാദിറ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധ നേടുകയാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും തന്നെ ഉസ്താദാക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും താനും സ്വപ്നം കണ്ടിരുന്നു എന്നാണ് നാദിർ പറയുന്നത്. ഞാൻ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും എൻ്റെ വീട്ടുകാർക്ക് അവരുടെ മകനാണ് ഞാൻ. നാളെ ഞാൻ കിടപ്പിലായാൽ പോലും അവർക്ക് ഞാൻ മകനാണ്. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ സമൂഹം അവരോട് നവാസേ, നിന്റെ മകൻ എന്താ അങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വാപ്പയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഭാവിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, കുടുംബം നോക്കണം, ജോലിക്ക് പോകണം. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ദുബായിൽ ജോലിക്ക് പോകുന്ന ആണുങ്ങളാണുള്ളത്. അങ്ങനത്തെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്ന പുരുഷനായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷേ ഞാനൊരു പെണ്ണായി മാറുമെന്ന് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തോന്നിയിട്ടേയില്ല. പെൺകുട്ടിയാണെന്ന് ചിന്തിക്കുന്നത് തന്നെ അതാകുന്നതിന് 1 2 വർഷം മുൻപാണ്. അതായത് 16 വയസ്സ് വരെ എനിക്ക് വലിയ സ്വപ്നം എന്നത് വിവാഹവും ജോലിയും സാമ്പത്തികവും ഒക്കെ ആയിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അത് എനിക്കിഷ്ടവുമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ വീട്ടുകാർ സ്വപ്നം കണ്ടത് ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു മകനാണ് ഞാൻ. അതിലെനിക്ക് ഭയങ്കര സങ്കടവുമുണ്ട്. അവർക്ക് എന്നെ ഒരു ഉസ്താദാക്കണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കും ആ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി പഠിക്കണമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു. അവർ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചു കൊടുക്കാൻ ഭാഗ്യമില്ലാതായി പോയെന്ന വിഷമം ഇപ്പോഴുമുണ്ട്. മിനിമം ഒരു വീട്ടുകാർ ചിന്തിക്കുന്നതൊക്കെ മക്കൾക്ക് സാധിക്കാനായിട്ടുണ്ട്. പക്ഷേ എനിക്കതൊട്ടും പറ്റിയിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടിൽ എനിക്ക് ശേഷം വരുന്നൊരു തലമുറയില്ലേ, അതിന് എനിക്ക് സാധിച്ചില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ജോലി ചെയ്യുന്ന ആളാകാൻ സാധിച്ചില്ല. അവർക്ക് നല്ലൊരു മകനാകാൻ പറ്റിയില്ല എന്നതാണ്. ഇതെല്ലാം വളരെ വേദനയോടെ എന്നാൽ പക്വതയോടെയാണ് നാദിറ നമ്മളോട് പങ്കുവെക്കുന്നത്. ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ തനിക്കുണ്ടായ മാറ്റങ്ങൾ, ശാരീരികമായും മാനസികവുമായിട്ടുണ്ടായ മാറ്റങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ തിരിച്ചറിയുകയും അവർ ഒരു പരിഹാസപാത്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് നാദിറ തുറന്നു പറയുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അനിയത്തിയുടെ വസ്ത്രങ്ങൾ ഇട്ട് നോക്കുകയും കൺമഷി എഴുതുകയും പൊട്ട് തൊട്ട് നോക്കുകയും പെണ്ണായി മാറാൻ ആഗ്രഹിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ആണായി തിരിച്ചു വീട്ടിലേക്ക് ചെല്ലട്ടെ, അങ്ങനെ വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിൽ കയറ്റുമോ എന്ന് നാദിറ ചോദിച്ചിരുന്നു എന്നും നാദിറ തുറന്നു പറയുന്നു. ഒരു വലിയ കടൽ തന്നെയാണ് നാദിറ താണ്ടി വന്നിരിക്കുന്നത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകും. കൂലിപ്പണിക്കാരനാണ്. ഡെയിലി വേജസിന് ജോലിക്ക് പോകുന്ന ഒരാളാ. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മഴയുണ്ടെങ്കിൽ അത് പോവാതിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടുമായിരുന്നു. കാരണം അറിയാലോ ഒരു ഡെയിലി വേജസിനൊക്കെ അതെ. പണിയെടുക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ച് സ്കൂളിൽ പോവാന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. മാത്രല്ല ഈ കുടയില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പം കുട്ടിക്കാലത്ത്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് മഴ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത്. പിന്നെ ഷീറ്റിട്ട വീടായിരുന്നു, ചോരുന്നൊരു വീടായിരുന്നു. ഇതൊക്കെ പലപ്പോഴും ഞാൻ പറയുന്നത് അവിടെ നിന്ന് വന്നൂന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാ. അതുകൊണ്ട് എനിക്ക് ഇന്നൊരു ₹10ക്ക് ഒരു വിലയുണ്ട്. ഞാൻ എവിടെ ഒരുപക്ഷെ നമ്മള് ചിന്തിക്കില്ലേ, ₹10 പോട്ടെ വിട്ടേക്കെന്ന് പറയുമ്പോ എനിക്കത് വിടാൻ പറ്റാത്തത് ഇല്ലെങ്കി അതങ്ങനെ തറയിൽ വീണ് പൈസ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ആ ഉം. ചില്ലറയ്ക്ക് എനിക്ക് പണ്ടൊരു വിലയുണ്ടായിരുന്നു. ആ വില അതെ. എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ലക്ഷ്വറി ആണെന്ന് ഞാൻ പറയില്ല. കാരണം ഇന്നും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ പൈസ നോക്കിയിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ എന്നുള്ളതാ. അപ്പം അങ്ങനെയാ. ചുറ്റുമുള്ള ഫാമിലീസൊക്കെ കുറച്ച് റിച്ചായിരുന്നു. കാരണം ഓ. വാപ്പയുടെ ഫാമിലിയിലും വാപ്പയായിരുന്നു കുറച്ചും കൂടി പാവപ്പെട്ട ഒരാള്. അപ്പം ഓക്കെ.
ഞങ്ങളായിരുന്നു ട്രിവാൻഡ്രത്ത് ഒരു 2 സെന്റിനകത്ത് താമസിക്കുന്ന ഷീറ്റിട്ട വീട്ടിനകത്ത് മുടുക്കുള്ള. അത് പിന്നെ സന്തോഷം എന്നുള്ള സ്വന്തം വീടാണ്. ആരും ഇറക്കി വിടില്ലാത്തൊരു വീടുണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ അഭിമാനം. അപ്പം ചുറ്റുമുള്ള മറ്റു ഫാമിലീസൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പ്രിവിലേജ്ഡ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ആഹ് കുട്ടിക്കാലത്തെ ഒരു അനുഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസിൻസ് ആരെങ്കിലും ഈ ക്രീം ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഏറ്റവും കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും ഭാവിയിൽ കുറേ ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിക്കണം എന്നൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് വിചാരിക്കില്ലേ? ഇല്ലെങ്കിൽ ഭാവിയിൽ ഒരു ബൂസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബൂസ്റ്റിൻ്റെ ഈ പൊടി ഇങ്ങനെ ഡയറക്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കിട്ടാതിരുന്ന ഒരു സമയത്ത് ഇതൊക്കെ കണ്ട് കൊതിച്ചിരുന്ന സമയത്തൊക്കെ ചിന്തിക്കും വലുതായിട്ട് വേണം കുറേ വാങ്ങിച്ച് കഴിക്കാൻ. വലുതായിട്ടൊന്നും കഴിച്ചിട്ടും ഇല്ല എന്നുള്ളത്. കാരണം നമ്മളതൊക്കെ ആ ക്രേവിങ്സ് ഒക്കെ പോയല്ലോ ഉം. എന്നുള്ളതാ. പക്ഷെ ഇതൊക്കെയായിരുന്നു ഒരു കുട്ടിക്കാലത്തെ അനുഭവം എന്നുള്ളത്. അവിടെ നിന്നും എപ്പോഴാണ് ഈ നജീബിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങിയത്? ഏത് ഈ പ്രായത്തിലായിരിക്കും? കുട്ടിക്കാലത്ത് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാ. ഉം. എപ്പോഴാണ് എൻ്റെ ഒരു ജെൻഡറിനെ പറ്റി മറ്റുള്ളവർ സംസാരിക്കാൻ തുടങ്ങാത്ത ആ ഒരു കാലഘട്ടം വരെ. എന്ന് പറയുമ്പം ഒരു കുട്ടിയെ പറ്റി നമ്മൾ ജെൻഡറിനെ പറ്റി സംസാരിക്കുന്ന അയാളുടെ ഒരു പ്രായപൂർത്തി വന്ന സ്റ്റേജിൽ ഒരു 5ലോ 6ലോ ഒക്കെ എത്തുമ്പോഴാണ് ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം നമുക്കിടയിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുവരെ ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ളൊരു പയ്യനായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ചുറ്റുമുള്ള ആൾക്കാർ കളിയാക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ സൈലന്റ് ആവുന്നത്. ഉം. ഒരുപക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ ആ സൈലൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി നല്ലൊരു സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ലൊരു വൈബൊക്കെ ഉള്ളൊരു ആളായിട്ട് മാറുമായിരുന്നു. പക്ഷെ അതിപ്പം അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിലൊരു കാലഘട്ടം വളരെ സൈലൻസ് ഉണ്ടാക്കിയത് ചുറ്റുമുള്ള മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്കൂളിലെ സഹപാഠികളോ അധ്യാപകരടക്കം ഉള്ള ആൾക്കാരൊക്കെ തന്നെ എൻ്റെ ജെൻഡറിനെ ചോദ്യം ചെയ്യുകയും എന്നെ കളിയാക്കാനൊക്കെ തുടങ്ങിയ സമയത്താണ് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നത്. ഓക്കെ. നമ്മൾ അതെ. അത് 5ൽ പഠിക്കാൻ തുടങ്ങുമ്പോ തന്നെ ഫ്രണ്ട്സ് കളിയാക്കാൻ തുടങ്ങി. ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്ത് മാറ്റം കണ്ടിട്ടാണ്? എൻ്റെ ഒരു സ്ത്രൈണ സ്വഭാവം തന്നെ ആയിരിക്കണം. ഞാൻ ഭയങ്കര കുറച്ച് ഫെമിനിൻ ആയിരുന്നു. ഓക്കെ. സംസാരത്തിൽ ഒരു ഫെമിനിൻ വോയിസ് ഉണ്ടായിരുന്നു. നടത്തത്തിൽ അതുണ്ടായിരുന്നു. ഓക്കെ. പ്രകടമായിട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും ഇത് നമ്മൾ സംസാരിക്കുമ്പം ചാന്ത് പൊട്ടിലെ ദിലീപിനായിട്ട് കമ്പയറേ ചെയ്യരുത്. ഉം. എക്സ്ട്രീംലി അതല്ല. ഉം. പക്ഷെ എവിടെയൊക്കെ ഒരു സ്ത്രൈണ സ്വഭാവമുണ്ട്. പക്ഷെ ചാന്തുപൊടിയിലെ ദിലീപ് എന്നുള്ള സ്ത്രൈണതുള്ള പൂർണ്ണ പുരുഷൻ മീൻസ് ഉം. സ്ത്രൈണത അയാളുടെ ലൈഫിൽ ലോങ് ഉണ്ട്. ഉം. എൻ്റെത് ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉം. പക്ഷെ എവിടെയൊക്കെ ഒരു സ്ത്രീത്വം ഉണ്ടായിരുന്നു. നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രകടമായിട്ടത് കാണാനും സാധിക്കും എന്നുള്ളതാണ്. ആ സമയത്താണ് എനിക്ക് എന്തൊരു കുഴപ്പമുണ്ടെന്ന് ചുറ്റുമുള്ള മനുഷ്യർ പറയാൻ തുടങ്ങിയത്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ഇല്ല തോന്നൽ വന്നിട്ടില്ല? വീട്ടുകാർക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ആവില്ല. നമുക്ക് നാളെ കണ്ണില്ലെങ്കിൽ വീട്ടുകാർക്ക് നമ്മൾ മക്കളാണ്. എൻ്റെ അച്ഛനും അമ്മയെ സംബന്ധിച്ച് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ചുറ്റുമുള്ള ആൾക്കാർ അവരെ പ്രഷർ ചെയ്യുമ്പോഴത്തേക്ക് മാത്രമാണ്. ഉം. അല്ലാത്ത പക്ഷം ഞാൻ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും അവർക്ക് ഞാൻ മകനാണ്. ഞാൻ ഇനിയിപ്പോൾ നാളെ പാരലൈസ്ഡ് ആയി പോലും അവർക്ക് മകനാണ്. അവർക്കൊന്നും അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവില്ല. അവർക്ക് കുട്ടിക്കാലത്തൊന്നും എനിക്കിങ്ങനെ പ്രശ്നമുള്ള ഒരാളായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ സൊസൈറ്റി ഒരു സമ്മർദ്ദം കൊടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. നവാസ് നിന്റെ മകൻ എന്താ അങ്ങനെ നടക്കണേന്ന് ചോദിക്കുമ്പോൾ വാപ്പാക്കൊരു ബുദ്ധിമുട്ടാണ്. അത് ഉം. വാപ്പ ഒരു സൊസൈറ്റിയുടെ ഭാഗമല്ലേ. അതെ. വാപ്പ എല്ലാം തിരുത്താൻ ശ്രമിക്കുക അതെ. ആൾക്കാര്. അപ്പൊ എപ്പോഴും ഞാൻ ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹിച്ച ഉള്ള ഒരാളായിരുന്നു. അപ്പൊ എന്റെ കസിൻസ് പഠിക്കാൻ പോയെടുത്ത് വളരെ ഗസ്റ്റ് ആയിട്ട് കളിക്കാൻ പോയ ഒരാളാണ്. ചുമ്മാ ഒരു ഡാൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ശേഷം പഠിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. അപ്പൊ പഠിക്കാൻ പോയ സമയത്ത് വാപ്പയോട് എല്ലാവരും പറയും നജീബിനെ ഇപ്പോഴും ശ്രദ്ധിക്കണം. അവൻ ഇപ്പോഴേ ഭയങ്കര ഫെമിനിൻ ആണ്. ഇനിയിപ്പോൾ ഡാൻസും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഉം. ആയിപ്പോകും എന്ന് പറഞ്ഞു. അപ്പൊ അതോടുകൂടി എന്റെ ഡാൻസ് പഠനം അവിടെ നിന്നു. ഞാൻ ആകപ്പാടെ 2 3 മാസേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഓ. അതെന്റെ ലൈഫിലെ വലിയൊരു സങ്കടമായിരുന്നു. കാരണം ഡാൻസ് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഡ്രീമായിരുന്നു. അപ്പൊ ഉം. അത് നടന്നില്ല എന്നുള്ളതാ. അപ്പൊ വീട്ടിലായിരുന്നെങ്കിൽ അമ്മയുടെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഇങ്ങനെ ഗേളിനെ പോലെ നോക്കുക, പൊട്ടുകുത്തുക, അനിയത്തിയുടെ ഡ്രസ്സ് എടുത്ത് അങ്ങനെയൊക്കെ ചെറുപ്പത്തിലെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെയൊക്കെ ഡ്രസ്സ് ഇട്ട് നോക്കുക, കണ്ണെഴുതി നോക്കുക. ആ. ആഹ് ഇതൊന്നും സ്വപ്നം കാണാൻ പോലും യോഗ്യത അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആകുന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ. ഉം. നമ്മളെപ്പോഴും എന്താ വിചാരിക്കുക ഭാവിയിൽ ഒരു കല്യാണം കഴിക്കണം, പെൺകുട്ടീനെ വിവാഹം കഴിക്കണം, കുട്ടി ഉണ്ടാവണം, കുടുംബം നോക്കണം, ജോലിക്ക് പോകണം. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ദുബായിൽ ജോലിക്ക് പോകുന്ന ആൺകുട്ടികളാണ് എല്ലാ കുടുംബത്തിലുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു പ്രാരാബ്ധത്തെ ഏറ്റെടുക്കണം എന്നുള്ളൊരു പുരുഷനായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ സ്വപ്നങ്ങളിൽ പോലും. ഉം. പക്ഷേ എന്തെങ്കിലും വിചാരിക്കുമോ ഞാനിങ്ങനെ പെണ്ണായിട്ട് മാറുന്നു? പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഇല്ല. ഉം. കാരണം ഒരു പെൺകുട്ടി ആകാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ പെൺകുട്ടി ആകുന്നതിന് ഒരു 1 2 വർഷം മുന്നെയാണ്. അപ്പൊ ആ ഒരു 16ാമത്തെ വയസ്സ് വരെ എനിക്ക് വലിയ ഒരു സ്വപ്നം എന്നുള്ളത് വിവാഹത്തെ പറ്റിയും ജോലിയെ പറ്റിയും സാമ്പത്തികമായിട്ടുള്ള വീട്ടിലെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുന്നതിനെ പറ്റിയും ഒരു മുസ്ലിം ഫാമിലി ഉണ്ടാകുന്ന ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിക്കകത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇപ്പോഴും സ്റ്റിൽ അത് ഫോളോ ചെയ്യുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിസ്കരിക്കാൻ പോകണം, പള്ളിയിൽ പോകണം, ജുമയ്ക്ക് പോകണം, ഖുറാൻ ഓതണം. പിന്നെ പറയാൻ പറ്റുമോ അറിയില്ല. എൻ്റെ വീട്ടുകാർ സ്വപ്നം കണ്ടത് ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു മകനാണ് ഞാൻ. അത് ഭയങ്കര സങ്കടമുണ്ട്. എന്നെ ഒരു ഉസ്താദൊക്കെ ആക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു.
ആഹ് എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് കുട്ടിക്കാലത്ത് നമ്മളതിനായിട്ടുള്ള ദർസിലൊക്കെ പോയി പഠിക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തോ അതൊന്നും എനിക്കിപ്പോഴും സങ്കടം എന്നുള്ളത് ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു ഭാഗ്യമില്ലാത്ത ഒരാളായിപ്പോയി എന്നുള്ളതാ. കാരണം ഒരു മിനിമം ഒരു വീട്ടുകാർ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തിക്കാൻ നമുക്ക് പലപ്പോഴും പലർക്കും എന്തെങ്കിലുമൊക്കെ സാധിക്കാറുണ്ട്. എനിക്കാണ് അങ്ങനെ ഒട്ടും പറ്റാത്ത ഒരാളാ.